ഇന്നത്തെ പഴംപൊരിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ബനാന ഫ്രൈ. അതല്ല പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടാണ് പഴംപൊരി ഉണ്ടാക്കുക. നമ്മൾ നേന്ത്രപ്പഴം ഓർഡർ ചെയ്തിട്ട് വന്നത് ഈ റോബസ്റ്റ പഴമായിരുന്നു. എങ്കിൽ പിന്നെ ഉള്ളത് വെച്ച് ഉണ്ടാക്കല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തുടങ്ങി. അതിനു വേണ്ടി ആദ്യം തന്നെ നമ്മൾ മൈദ എടുത്തു. മൈദ ഏതാണ്ട് ഒരു 3 പഴത്തിന് ആവശ്യമുള്ളൊരു മൈദ, 1 കപ്പെന്ന് 1 കപ്പ്. അതിൽ ഞങ്ങൾ കുറച്ച് ശർക്കരപ്പൊടി ഇട്ടു. ശർക്കര പൊടിയില്ലാത്തൊരു കഷ്ണമായിട്ടുള്ളത് അരിഞ്ഞിട്ടാലും മതി. അതിട്ടതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് പഞ്ചസാര അതിൻ്റെ മുകളിൽ കൂടെ ഇട്ടു, ഒരു കരിമിരി കിട്ടാനായിട്ട്. പിന്നെ മൈദപ്പൊടിയിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർക്കാം. അത് ഞാൻ അവസാനം ഒരു നുള്ളു ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ ഉപ്പ് കുറച്ച് ഇടണം, ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാനായിട്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴയ്ക്കാം. കുഴച്ച് അത്യാവശ്യം ആ കലങ്ങി ഒരു കലക്ക രൂപത്തിലുള്ളൊരു പരിവാകുമ്പോൾ നമുക്ക് പഴം മുറിച്ച് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അതിൽ ഇട്ട് ഡിപ്പ് ചെയ്ത് വെച്ച് സാവധാന എണ്ണയിൽ വറുത്തെടുക്കുന്ന പരിപാടി തന്നെയാണുള്ളൂ. അപ്പോൾ സാധാരണ നേന്ത്രപ്പഴത്തിൽ ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ നേന്ത്രപ്പഴത്തിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയില്ലെങ്കിലും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റിൽ തന്നെ ഈ റോബസ്റ്റ പഴം കൊണ്ട് പറ്റൂട്ട. അതെനിക്ക് മനസ്സിലായത് ഇതുണ്ടാക്കിയതിന് ശേഷമാണ്. അപ്പം നമ്മളങ്ങനെ ഡിപ്പ് ചെയ്ത്, ഇപ്പോൾ ശർക്കരയുടെ ഒരു ഫ്ലേവറും പഞ്ചസാരയുടെ ഒരു ഫ്ലേവറും എല്ലാം ഉണ്ട്. പിന്നെ ചിലവർ ഏലക്കായൊക്കെ പൊടിച്ചിടുന്ന കാണാം. അത് ആവശ്യമുള്ളത് അത് ചെയ്തോ. അത് കഴിഞ്ഞ് സ്റ്റൗ കത്തിക്കാൻ നോക്കിയപ്പോൾ കത്തുന്നില്ല. പിന്നെ നോക്കിയപ്പോൾ ആളി അങ്ങോട്ട് കത്തി. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക സ്റ്റൗവിൽ പണിയെടുക്കുമ്പോൾ. പിന്നെ പാൻ വയ്ക്കാം. പാനിൽ ഞാൻ സാധാ എണ്ണ ഒഴിച്ചു. അതിലൊരു ഇത്തിരി നെയ്യ് ഇട്ടു, ഒരു എണ്ണയ്ക്കൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ്. അത് എണ്ണ ചൂടായെന്ന് ഉറപ്പായതിന് ശേഷം നമ്മൾ ഓരോ പഴക്കഷ്ണം വീതം അതിലിടുക. നന്നായി മറിച്ചിട്ട് തിരിച്ചിട്ട് വറുത്തെടുക്കാം. ഒരു ബ്രൗണിഷ് കളറാകുമ്പോൾ നമുക്കത് എടുക്കാം. Between these two, it's come 27 deliveries. പിന്നെ മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കുക, കയ്യിലേക്ക് എണ്ണ പൊട്ടിത്തെറിക്കാണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം ഇറങ്ങണ പോലെ എനിക്ക് തോന്നിയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ടിഷ്യൂ പേപ്പറിൽ ഇത് ഇട്ടുക, എണ്ണയൊക്കെ നന്നായിട്ട് ഒപ്പിയെടുക്കുക. അതിന് ശേഷം ഒരു കട്ടൻ ചായയുടെ കൂടെയൊക്കെ നന്നായി കണ്ട് അടിപൊളിയായിട്ട് തിന്ന് കഴിക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ റെസിപ്പി. അപ്പോൾ ഈ നേന്ത്രപ്പഴം കിട്ടായില്ല എന്ന് പറഞ്ഞിട്ട് ഇത് ഉണ്ടാക്കാണ്ടിരിക്കേണ്ട കേട്ടോ. ഏത് പഴം വെച്ചിട്ടായാലും ട്രൈ ചെയ്യാം. സംഭവം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.